ഓക്കെ, നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്, ഒരു ഫ്രഷ് സിസ്റ്റത്തിൽ പൈത്തൺ എങ്ങനെ റൺ ചെയ്യാം, അല്ലെങ്കിൽ പൈത്തൺ പ്രോഗ്രാം എങ്ങനെ റൺ ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് പൈത്തൺ വെച്ച് ജാങ്കോ പൈത്തൺ ജാങ്കോ ഒരു വെബ്സൈറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ആ ഒരു കാര്യമാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മെയിനായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്ന രണ്ട് സോഫ്റ്റ്വെയർസാണ്. ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പൈത്തണും പിന്നെ പൈജാമും. അപ്പോൾ നമുക്ക് ഇത് രണ്ട് ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് രണ്ടിൻ്റെ എന്താണ് ഡൗൺലോഡ് ലിങ്ക് ഞാൻ ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ എന്താണ് ഷെയർ ചെയ്യുന്നുണ്ട്. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നതാണ് പൈത്തൺ 3.9ഉം അതേപോലെ എന്താണ് പൈജാം പ്രൊഫഷണൽ 2017 ആണ് എന്ത് ചെയ്യുന്നത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് രണ്ടിൻ്റെ എന്താണ് നമുക്ക് ഡിഫറെൻറ്റ് വേർഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേർഷൻ വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യും. നമുക്ക് ഫസ്റ്റ് എന്താണ് നമ്മൾ പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യണം. പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ എന്താണ് ഇൻസ്റ്റാളേഷൻ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് കസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ആഡ് ടു പാത്ത് ആഡ് പൈത്തൺ 3.9 ടു പാത്ത് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. ഇത് നമ്മൾ എന്ത് ചെയ്യുക, എപ്പോഴും എനേബിൾ ചെയ്യുന്നതാണ് നമുക്ക് നല്ലത്. സോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് പിന്നീട് പൈത്തൻ്റെ പാക്കേജ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് പൈത്തൺ നമ്മുടെ എൻവയോൺമെന്റിൽ ആഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അത് ചെയ്യാൻ പറ്റും. സോ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു പൈത്തൺ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ സിസ്റ്റത്തിന്റെ പാത്തിനകത്തേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ആഡ് ചെയ്തു. ദെൻ നമ്മൾ എന്ത് ചെയ്തു, അത് ഇൻസ്റ്റാൾ ചെയ്തു. സോ നമുക്ക് എന്താണ് പൈത്തൺ പാക്കേജ് എന്ത് ചെയ്തു, പൈത്തൺ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ ലാംഗ്വേജ് എന്ത് ചെയ്തു നമ്മുടെ സിസ്റ്റത്തിനകത്തേക്ക് എന്ത് ചെയ്തു, ഇൻസ്റ്റാൾ ആയി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് അത് സെറ്റപ്പ് സക്സസ്ഫുള്ളി ഇൻസ്റ്റാൾ എന്നുള്ള വിൻഡോ നമുക്ക് വന്നു. സോ നമുക്ക് എന്ത് ചെയ്ത് ക്ലോസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ശരിക്കും എന്താണ് ഈ ഒരു പൈജാം എന്ന് പറയുന്നത് എന്താണ് പൈത്തൻ്റെ ഒരു ഐഡിയ ആണ്. പക്ഷെ ആക്ച്വലി നമുക്ക് എന്താണ് പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്തിട്ടുണ്ടാവും, നമുക്ക് ഐഡിയൽ ഇപ്പോൾ നമ്മൾ പൈത്തൺ 3.9 ആണെങ്കിൽ പൈത്തൺ 3.9ന്റെ ഐഡിയൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഐഡിയ എന്ത് ചെയ്തിട്ടുണ്ടാവും, നമുക്ക് സിസ്റ്റത്തെ ഓട്ടോമാറ്റിക് എന്താണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ബേസിക് കമാൻഡ്സ് കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ബേസിക് പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഒരു ഐഡിയൽ എന്ന് പറഞ്ഞിട്ടുള്ള ഐഡിയയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റൺ ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് എന്താണ് കോമേഴ്സ് ആയിട്ടുള്ള പ്രോഗ്രാംസ് അല്ലെങ്കിൽ എന്താണ് നമുക്ക് ജാങ്കോ ഫ്രെയിം വർക്ക് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഇത് മതിയാകില്ല. അപ്പൊ അതിനാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ പൈജാം എന്ന് പറഞ്ഞിട്ടുള്ള അപ്പൊ നമുക്ക് എന്ത് ചെയ്തു, നമ്മുടെ പൈജാം എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് സക്സസ്ഫുള്ളി എന്താണ് ഇൻസ്റ്റാൾ ആയി. ഓക്കെ അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളെ പൈത്തണും അതേപോലെ എന്താണ് നമ്മുടെ പൈജാം എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ സക്സസ്ഫുള്ളി ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. സോ ഞാൻ പറഞ്ഞു എന്താണ് പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യുന്ന കൂടെ തന്നെ എന്താണ് പൈത്തൻ്റെ ഐഡിയ ആയിട്ടുള്ള ഐഡിയയിൽ കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, പൈത്തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ പാത്തിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് നമ്മൾ കമാൻഡ് പ്രോംപ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ എന്താണ് കമാൻഡ് പ്രോംപ്റ്റിനുള്ളിൽ നമുക്ക് എന്താണ് നമ്മുടെ പൈത്തൺ നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് പൈത്തൻ്റെ പാത്തിൽ പോയിട്ട് അത് റൺ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഒരു ജാങ്കോ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് എന്താണ് പൈത്തൺ മാത്രം പോരാ, പൈത്തണിൽ നമുക്ക് എന്ത് ചെയ്യണം, ജാങ്കോന്റെ ഫ്രെയിം വർക്കും കൂടെ വേണം. അപ്പോൾ ആ ഒരു ഫ്രെയിം വർക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി നമ്മൾ കമാൻഡ് പ്രോംപ്റ്റ് വഴിയാണ് എന്ത് ചെയ്യുമ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യുക. കമാൻഡ് പ്രോംപ്റ്റിൽ PIP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് തന്നെ എന്താണ് നമുക്ക് പൈത്തൺ പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നൊരു കമാൻഡാണ് പിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ പിപ്പ് ഇൻസ്റ്റാൾ നമുക്ക് ഏത് പാക്കേജാണ് വേണ്ടത്, ജാങ്കോ എന്ന് പറഞ്ഞിട്ടുള്ള പാക്കേജാണ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ജാങ്കോ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് നമ്മുടെ പൈത്തൻ്റെ വേർഷൻ ഏതാണോ ആ ഒരു വേർഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ജാങ്കോ ഫയൽസ് എന്ത് ചെയ്യും, ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ആവും. സോ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് വേർഷനെ കുറിച്ച് വറി ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ വേർഷൻ ഇഷ്യൂ ഇല്ലാതെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ടാവും, നമുക്ക് നമ്മുടെ വേർഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ജാങ്കോ പാക്കേജ് എന്ത് ചെയ്തിട്ടുണ്ടാവും നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ആയിട്ടുണ്ടാവും. ഓക്കെ, നമുക്ക് എന്താണ് സക്സസ്ഫുൾ ഇത് ഇൻസ്റ്റാൾ ആയി. സോ നെക്സ്റ്റ് നമുക്ക് എന്താണ് വേണ്ടത്, നമുക്ക് ഒരു പുതിയൊരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് എന്താണ് നമുക്ക് പൈജാമാണുള്ളത്. സോ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള പൈജാം എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമ്മൾ പ്രൊഫഷണലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തത്. സോ പ്രൊഫഷണൽ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ആ ഒരു പ്രൊഫഷണൽ യൂസ് ചെയ്യാൻ നമുക്ക് എന്താണ് ഒരു കീ വേണം. അപ്പോൾ നമുക്ക് നോർമലി എന്താണ് സോ ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു കംപ്ലീറ്റ് ഇൻസ്റ്റാളേഷൻ്റെ സ്റ്റെപ്പ് നമുക്ക് വന്നിട്ടുണ്ട്. സോ നമുക്ക് എന്താണ് വേറെ ഒന്നും ഇമ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്ത് നമ്മൾ സിസ്റ്റത്തേക്ക് എന്ത് ചെയ്ത് കൊടുത്തു. സോ നമുക്കൊരു പ്രൊഫഷണൽ ആയതുകൊണ്ട് നമുക്ക് എന്താണ് ഇവിടെ ഒരു ഓതന്റിക്കേഷൻ്റെ അല്ലെങ്കിൽ എന്താണ് ഒരു ആക്ടിവേഷൻ കീയുടെ ഒരു ആവശ്യമുണ്ട്. സോ നമുക്ക് എന്താണ് ആക്ടിവേഷൻ കീ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ ആക്ടിവേഷൻ കീ വെച്ചിട്ട് എന്ത് ചെയ്യാം, അതിനെ ആക്ടിവേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു 1 മന്ത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിതൊരു ഇതിൻ്റെ ഒരു ഫ്രീ വേർഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോർ 30 days എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ ഇപ്പോൾ 30 days ഫ്രീ വേർഷനാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്ത് ഓപ്പൺ ചെയ്തത്. സോ നമുക്ക് 30 days എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പൈജാം നമുക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് വേണ്ട വെബ്സൈറ്റ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് ഫസ്റ്റ് ടൈം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ എന്താണ് ഈ ഒരു പൈത്തൺ ഇനിഷ്യൽ കോൺഫിഗറേഷൻ ഒരു ഓപ്ഷൻ
പറ്റും. സോ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകിൽ ഓക്കെ കൊടുക്കുക, അല്ലെങ്കിൽ നമുക്കത് സ്കിപ്പ് ചെയ്യാം. സോ നമുക്ക് എന്താണ് ഫസ്റ്റ് ടൈം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, നമുക്ക് ഈ ഒരു വിൻഡോ നമുക്ക് നമ്മുടെ ഹിസ്റ്ററിയിൽ ഒന്നുമില്ല, നമുക്ക് എന്ത് ചെയ്യണം, പുതിയൊരു പ്രൊജക്ട് എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ആ പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ്, നമുക്കിവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. സോ നമുക്കൊരു പ്യൂർ പൈത്തൺ കൊടുക്കാം, ജാങ്കോ ഫ്ലാസ്ക് തുടങ്ങി കുറേ ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. സോ നമുക്ക് എന്താണ് വേണ്ടത്, ജാങ്കോ പ്രൊജക്റ്റ് ആണ് വേണ്ടത്. സോ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ജാങ്കോ സെലക്ട് ചെയ്തു. അപ്പോൾ ജാങ്കോ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമുക്കിവിടെ ഒരു മോർ സെറ്റിംഗ്സിൻ്റെ ഓപ്ഷൻ വരും. പ്ലസ് എന്താണ്, നമുക്ക് ഇവിടെ ഒരു ലൊക്കേഷൻ്റെ ഒരു ഓപ്ഷൻ വരും. അപ്പോൾ ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ പേര്, നമ്മുടെ ആപ്ലിക്കേഷനായിട്ട് എന്ത് ചെയ്തു, സാമ്പിൾ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് സാമ്പിൾ പ്രൊജക്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ഞാൻ പേര് കൊടുത്തു. സാമ്പിൾ പ്രൊജക്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, നമ്മൾ പ്രൊജക്ട് എന്ത് ചെയ്തു, ക്രിയേറ്റ് ചെയ്തു. അപ്പം അതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്തു, നമ്മുടെ ആപ്ലിക്കേഷൻ നെയിം. അപ്പോൾ നമ്മൾ ജാങ്കുലർ പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ്, നമ്മൾ ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ബൈ ഡിഫാൾട്ട് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഏതാണ്, അപ്പോൾ നമുക്ക് പുതിയതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു ആപ്ലിക്കേഷൻ. സോ ഞാൻ മൈ ആപ്പ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ഞാൻ പുതിയൊരു ആപ്ലിക്കേഷൻ കൂടെ ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ കൂടെ തന്നെ എന്താണ്, നമുക്കിവിടെ ടെംപ്ലേറ്റ് ലാംഗ്വേജ്, നമുക്ക് ടെംപ്ലേറ്റ് ലാംഗ്വേജ് എന്താണ്, ജാങ്കോ വേണോ ജിൻഡയാണോ വേണ്ടതെന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ എന്താണ്, നമ്മൾ ടെംപ്ലേറ്റ് ഫോൾഡർ, നമ്മുടെ ടെംപ്ലേറ്റ് ഫോൾഡർ ജാങ്കോയിൽ നമുക്ക് ടെംപ്ലേറ്റ് സ്റ്റോർ ചെയ്യേണ്ട ഫോൾഡർ ഏതാണ്, അപ്പോൾ ആ ഒരു ഇൻഫർമേഷൻ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അവിടെ കൊടുക്കാം. ദെൻ നമുക്ക് എന്താണ്, ജാങ്കോ അഡ്മിനിസ്ട്രേറ്റർ പാൻ എനേബിൾ ചെയ്യണോ വേണ്ടയോ, അപ്പോൾ അതുകൂടി എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിതിനകത്ത് കൊടുക്കാൻ പറ്റും. സോ ഞാൻ എന്ത് ചെയ്തു, ഡിഫാൾട്ട് ആയിട്ടുള്ള ജാങ്കോ തന്നെ എന്ത് ചെയ്ത്, സോ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൊജക്റ്റിന് പേര് കൊടുത്തിട്ടുണ്ട്, ടെംപ്ലേറ്റ് ലാംഗ്വേജ് കൊടുത്തിട്ടുണ്ട്, ടെംപ്ലേറ്റ് ഫോൾഡർ കൊടുത്തിട്ടുണ്ട്, അതേപോലെ ആപ്ലിക്കേഷൻ നെയിമും കൊടുത്തിട്ടുണ്ട്. സോ ദെൻ എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്കിവിടെ ക്രിയേറ്റ് ബട്ടൺ ഉണ്ട്, ക്രിയേറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, നമുക്ക് ആ ഒരു പ്രൊജക്ട് എന്ത് ചെയ്യണം, നമ്മൾ കറണ്ട് വിൻഡോയിൽ തന്നെ എന്ത് ചെയ്തു, നമ്മളതിനെ ഓപ്പൺ ചെയ്തു. സോ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ജാങ്കോയിൽ പുതിയൊരു പ്രൊജക്ട് എന്ത് ചെയ്തു, ക്രിയേറ്റ് ചെയ്തു. സോ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ്, അതേ പ്രൊജക്ടിന്റെ പേരിൽ നമുക്കൊരു ഫോൾഡറും അതേപോലെ എന്താണ്, നമ്മുടെ ആപ്ലിക്കേഷൻ ഒരു ഫോൾഡറും എന്ത് ചെയ്തിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ എന്താണ്, നമ്മുടെ ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള HTML അതായത് ടെംപ്ലേറ്റ് ഫ്രണ്ട് എൻഡിന്റെ ഫോൾഡറും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളോട് വൈൻഡ് അപ്പ് ചെയ്യാണ്. പിന്നെ നമ്മൾ നോക്കിയത് എന്താണ്, പൈത്തനും പൈജാം ഇൻസ്റ്റാളേഷനും അതേപോലെ തന്നെ എന്താണ്, ജാങ്കോയിൽ പുതിയൊരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇനി കൂടുതൽ വീഡിയോകൾ എന്താണ്, ഇതിന് പുറകെ നമ്മൾ എന്താണ്